നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. RCB ലക്നൗ സൂപ്പർ ജയൻസ് കളിയായിരുന്നു ഇന്ന്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ RCB ജയിച്ചു. 5 വിക്കറ്റിനായിരുന്നു അവരുടെ ജയം. വിജയലക്ഷ്യമായ 147 റൺ വെറും 15.1 ഓവറിൽ പൂർത്തിയാക്കി. 4.5 ഓവർ ബാക്കിയുണ്ടായിരുന്നു അപ്പോഴും. അതായത് നല്ല റൺ റേറ്റിലാണ് ജയിച്ചിരിക്കുന്നത് RCB. ഇതേവരെയുള്ള സീസണിൽ അവർ രാജസ്ഥാൻ റോയൽസിനോട് മാത്രമാണ് തോറ്റത്. അത് രാജസ്ഥാൻ റോയൽസ് നല്ല ടീമാണ്, തീർച്ചയായിട്ടും അവരോട് മാത്രമാണ് തോറ്റത്. സ്വാഭാവികമായിട്ട് LSGക്കെതിരെ കളിക്ക് മുൻപേ തന്നെ മുൻതൂക്കം RCBക്ക് തന്നെയായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ ടോസ് നേടി ലക്നൗ സൂപ്പർ ജയൻസിനെ ബാറ്റ് ചെയ്യാൻ വിട്ടു. അവർ എന്നത്തെയും പോലെ വളരെ മോശമായി ടോപ്പ് ഓർഡറിൽ എല്ലാവരും കളിച്ചു. തീരെ ബാറ്റിംഗ് അറിയാത്തവരെ പോലെയാണ് പലരും കളിച്ചത്. ഇപ്പോൾ പതിവിലും വിപരീതമായി മിച്ചൽ മാർഷ് കുറച്ച് ഭേദപ്പെട്ട് കളിച്ചു, ഒരു 40 റൺ അടിച്ചു. അതുമാത്രമാണ് അവിടെ സംഭവിച്ചത്. വേറെ ഒന്നും നടന്നില്ല ടോപ്പ് ഓർഡറിൽ. മർക്രമോ മറ്റാരും തന്നെ നന്നായി കളിച്ചില്ല, പന്തോ ഒന്നും കളിച്ചില്ല. എന്തായാലും പിന്നീട് മിഡിൽ ഓർഡറിലും മുകുൾ തിവാരിയാണ് ഒരു 39 റൺ അടിച്ചത്. മുകുൾ തിവാരി കാരണമാണ് 146 റണ്ണെങ്കിലും അടിക്കാൻ കഴിഞ്ഞത് ലക്നൗ സൂപ്പർ ജയൻസിന്. 20ാമത്തെ ഓവറിലെ അവസാന പന്തിൽ 10ാമനും പുറത്തായി 146 റണ്ണാണ് ആകെ അടിച്ചത് ലക്നൗ സൂപ്പർ ജയൻസ്. അതേസമയം ബാംഗ്ലൂരുവിൻ്റെ ഗംഭീര ബോളിംഗ്, കൃത്യതയുള്ള അച്ചടക്കമുള്ള ലൈനും ലെങ്ത്തും കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ട് അവർ ബോൾ ചെയ്തു. ഭുവനേശ്വർ കുമാറും രസിക് സലാമും പ്രത്യേകിച്ച് എടുത്ത് പറയണം. രസിക് സലാം 4 വിക്കറ്റ് വീഴ്ത്തി, ഭുവനേശ്വർ കുമാർ 3 വിക്കറ്റ് വീഴ്ത്തി. ഗംഭീരമായിട്ടാണ് ബോൾ ചെയ്തത്, വളരെ അച്ചടക്കത്തോടെയാണ്. ഭുവനേശ്വർ കുമാർ എക്കാലവും അങ്ങനെയുള്ള ഒരു ബൗളറാണ്. വലിയ ഷോ ഒന്നും കാണിക്കാതെ വളരെ അച്ചടക്കത്തോടെ ബോൾ ചെയ്യുന്ന ഒരാളാണ്. രസിക് സലാം അവരുടെ പുതിയ കണ്ടുപിടുത്തമാണ് RCBയുടെ. എന്തായാലും RCBക്ക് വലിയ ദീർഘകാലത്തേക്കുള്ള ഒരു ബൗളറായിട്ട് രസിക് സലാം മാറും എന്നതിൻ്റെ സൂചനയാണ് ഈ IPL സീസണിൽ കാണുന്നത്. എന്തായാലും 147 റൺ അടിക്കുക 20 ഓവറിൽ RCBയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവരുടെ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ലക്ഷ്യമൊന്നും ആയിരുന്നില്ല. അതവർ കാണിക്കുകയും ചെയ്തു. തുടക്കത്തിലെ 13 റൺ എടുത്ത് ഫിൽ സോൾട്ട് പുറത്തായെങ്കിലും വിരാട് കോഹ്ലി അടി തുടർന്നു. വിരാട് കോഹ്ലി 49 റൺ അടിച്ചു. പിന്നീട് വന്ന രജത് പട്ടിദാറും ജിതേഷ് ശർമ്മയും ഒക്കെ നന്നായിട്ട് പന്തിനെ അടിച്ച് കളിച്ചു. അവസാനം റൊമേരിയോ ഷെപ്പേർഡ് കളി ഫിനിഷ് ചെയ്തു. 5 വിക്കറ്റ് നഷ്ടമായ എങ്കിലും കളി ഒരു ഘട്ടത്തിലും ലക്നൗ സൂപ്പർ ജയൻസ് ജയിക്കുമെന്ന് നമുക്ക് തോന്നിയിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും RCBയുടെ കയ്യിൽ തന്നെയായിരുന്നു കളി. ലക്നൗ സൂപ്പർ ജയൻസിന് പ്രിൻസ് യാദവ് 2 വിക്കറ്റ് വീഴ്ത്തി. അതാണ് പിന്നെ ഉള്ള ഒരു കാര്യം. ആവേശ് ഖാനും 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബൗളിങ് അത്ര ഗംഭീരമൊന്നും ആയിരുന്നില്ല. മോശം പന്തുകൾ എറിഞ്ഞ് 15 ഓവറിൽ ഒരു ടീം ജയിക്കുന്നു എന്ന് പറഞ്ഞാലേ ബാക്കി 5 ഓവർ ഉണ്ടെന്ന് പറഞ്ഞാൽ റൺ റേറ്റിൽ വലിയ തിരിച്ചടിയാണ് LSGക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശ്ചര്യമോ ആകാംക്ഷയോ അത്ഭുതമോ ഒന്നും തോന്നുന്നില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് സംഭവിച്ചത്. LSG വീണ്ടും തോറ്റിരിക്കുന്നു. RCB എന്നത്തെയും പോലെ നല്ല ഫോമിൽ വന്ന് നല്ല ആധിപത്യത്തിൽ കളിച്ച് നന്നായി തന്നെ കളി ഫിനിഷ് ചെയ്തിരിക്കുന്നു.